കൗശലക്കാരനായ കുറുക്കൻ. ഒരിക്കൽ ഒരു കാടിന്റെ നടുവിൽ ഒരു കുറുക്കൻ ഒരു ആനയുടെ ശവം കാണുവാൻ ഇടയായി. കുറുക്കൻ സ്വയം പറഞ്ഞു, ആനയുടെ മാംസം കഴിക്കണമെന്നുള്ള തന്റെ കാലങ്ങളായുള്ള ആഗ്രഹം ഇന്ന് സഫലമാകുവാൻ പോകുന്നു. അവൻ ആർത്തിയോടെ ആനയെ ഭക്ഷിക്കുവാൻ തുടങ്ങി. എന്നാൽ ആനയുടെ കട്ടിയുള്ള തൊലി കടിച്ചു മുറിക്കുവാൻ അവന് സാധിച്ചില്ല. ഒരു സിംഹം അപ്പോൾ ആ വഴി വരുന്നത് അവൻ കണ്ടു. സിംഹത്തിനരികിൽ ഓടിച്ചെന്ന കുറുക്കൻ പറഞ്ഞു, അല്ലയോ മൃഗരാജ, ആനയുടെ ഭക്ഷണം കഴിക്കുവാൻ കൊതി തോന്നുന്നു. ഇവിടടുത്ത് ഒരു ആന ചത്ത് കിടപ്പുണ്ട്. എനിക്ക് വേണ്ടി അതിന്റെ തൊലി ഒന്ന് പൊളിച്ചു തരുമോ? സിംഹം മറുപടി പറഞ്ഞു, ഭേദമുണ്ട് കുറുക്ക, ചത്ത മൃഗങ്ങളുടെ മാംസം ഞാൻ ഭക്ഷിക്കാറില്ല. ഉച്ഛിഷ്ടവും എനിക്കിഷ്ടമല്ല. മറ്റുള്ളവർ കൊന്നിടുന്നത് ഞാൻ എടുക്കാറില്ല. സിംഹം നടന്നുപോയി. ശക്തരായ മറ്റു മൃഗങ്ങൾ ആ വഴിയെ വരുമെന്ന് കരുതി അവൻ കാത്തിരുന്നു. ഒരു കടുവ കടന്നു വന്നു. ആനയുടെ മാംസം കഴിക്കണമെന്ന് കൊതിമൂത്ത കുറുക്കൻ കടുവയെ സമീപിച്ച് പറഞ്ഞു, കടുവ മഹാരാജൻ, ഇവിടടുത്ത് ഒരു ആന ഉറങ്ങുന്നത് ഞാൻ കണ്ടു. അങ്ങേക്ക് മാത്രമേ അതിനെ കൊല്ലാനുള്ള ശക്തിയുള്ളൂ. അഹങ്കാരിയായ കടുവ തന്റെ ശക്തി കാട്ടിക്കൊടുക്കണമെന്ന് തോന്നി സന്തോഷത്തോടെ അവൻ കുറുക്കനെ അനുഗമിച്ചു. അവർ ആനയുടെ അടുത്തെത്തിയപ്പോൾ കുറുക്കൻ മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, അതാ കിടക്കുന്ന ആന, അവന്റെ കഥ കഴിക്കൂ. ചത്തയാനയാണെന്നറിയാതെ കടുവ ആനയുടെ മേൽ ചാടി വീണു. അവന്റെ തൊലി കീറിപ്പൊളിച്ചു. കടുവ ഭക്ഷിക്കുവാൻ ഒരുങ്ങിയപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു സിംഹം. ഭക്ഷിക്കനായ കടുവ ഓടി രക്ഷപ്പെട്ടു. തന്റെ ഏറെ നാളത്തെ ആഗ്രഹം കുറുക്കൻ സാധിച്ചെടുത്തു. ഗുണപാഠം: മനസ്സ് വെച്ചാൽ മാർഗം തുറന്നു കിട്ടും. താങ്ക് യു.